ആദ്യം ശ്രീ KM അഭിജിത്ത്, ഇവിടെ 60 ലക്ഷം രൂപ PSC അംഗമാകാൻ ശുപാർശയ്ക്കായി കോഴ വേണം എന്ന ആവശ്യപ്പെടൽ, പിന്നീട് 22 ലക്ഷം രൂപ കൊടുക്കൽ, ഇത് ആവശ്യപ്പെടുകയും വാങ്ങുകയും ചെയ്തത് CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം, അദ്ദേഹത്തിന്റെ പേര് പ്രമോദ് കോട്ടൂളി, കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം CPMന്റെ നിലപാട് MV ഗോവിന്ദൻ പറയുകയുണ്ടായി ഇന്ന്. അതിൽ അദ്ദേഹം പറയുന്നത് അന്വേഷിക്കുന്നുണ്ട് എന്നാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാകട്ടെ ഈ ചില തട്ടിപ്പുകൾ, പല തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുന്നുണ്ട്, അതിൽ അന്വേഷണവും നടപടിയും ഒക്കെ ഉണ്ടാകുമെന്ന്. അവിടെ ഒരിടത്തും ഇങ്ങനെ പുറത്തു വന്ന വാർത്ത തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് ഇനി പാർട്ടിയും സർക്കാരും ചെയ്യേണ്ടത്? എന്താണ് നടന്നത് എന്ന് തുറന്നു പറയുകയല്ലേ വേണ്ടത്? അതിന് പകരമായിട്ട് പിന്നീട് മാധ്യമങ്ങളുടെ മുകളിലേക്ക് വരികയാണ്, നിങ്ങളിങ്ങനെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു, മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കാര്യങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടാനാണ്? യഥാർത്ഥത്തിൽ എന്താണ് കോഴിക്കോട് ഈ PSC കോഴ വിവാദവുമായിട്ട് ഈ വാർത്തകൾക്ക് പിന്നിൽ നടക്കുന്നത്? എന്താണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട്? മഞ്ജുഷ്, ഇത് കേവലം ഒരു കോഴിക്കോടിന്റെ മാത്രമോ ഒരു ചെറിയൊരു വിഷയമോ അല്ല. അപ്പൊ CPM ഒക്കെ അങ്ങനെ അത് ഒതുക്കി തീർക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലെ ചില സൂചനകളൊക്കെ നമ്മുടെ മുൻപിൽ വരികയാണ്. നോക്കൂ, കപ്പൽ ആടി ഉലയില്ലെന്നും ഈ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ടെന്നും പറഞ്ഞ് അവദാനം പാടി നടന്ന അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിക്ക് സ്തുതിഗീതം പാടിയ ഏറ്റവും ഒടുവിലത്തെ ഏരിയ കമ്മിറ്റി അംഗമടക്കം ഈ കപ്പൽ മുങ്ങാൻ പോകുന്നെന്നും ഇനി ഈ കപ്പലിന്റെ കപ്പിത്താൻ അടക്കമുള്ള ആളുകൾക്ക് തിരിച്ചുവരവില്ല എന്നുമുള്ള തിരിച്ചറിവിൽ നിന്ന് അവസാനത്തെ പോക്കിൽ കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്തുകൊണ്ടുപോകുന്ന, എന്തെല്ലാം നമുക്ക് സ്വന്തമാക്കാൻ വ്യക്തിപരമായി നേരിട്ട് എടുക്കാൻ സാധിക്കുമെന്നുള്ള വലിയ ഗവേഷണം നടത്തി അതെല്ലാം കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിലെ PSC അംഗത്വത്തിന് ആ PSC അംഗം എന്ന പദവിയെ ലേലം ചെയ്യുകയാണ് കമ്പോളത്തിൽ. നോക്കൂ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ഗതികേട് നമ്മൾ കണ്ടിട്ടുണ്ടോ? പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ, ഉദ്യോഗാർത്ഥികൾ ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ്, ഭരണഘടനാ സംവിധാനമാണ് നമ്മളുടെ PSC. ആ പബ്ലിക് സർവീസ് കമ്മീഷനെയാണ് ഈ രീതിയിൽ കച്ചവടവൽക്കരിച്ച് തകർക്കാനുള്ള സമീപനങ്ങൾ ഇവർ സ്വീകരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു ഏരിയ കമ്മിറ്റി അംഗം 60 ലക്ഷം രൂപയ്ക്കാണ് PSC അംഗത്വത്തിന്റെ വില പറഞ്ഞത്. അതിൽ 22 ലക്ഷം രൂപ കൈപ്പറ്റി. ആ 22 ലക്ഷം രൂപ കൈപ്പറ്റി, പക്ഷെ PSC അംഗത്വം ലഭിച്ചില്ല. അതിനിടയിൽ അത് വീണ്ടും സജീവ ചർച്ചയാകുമ്പോൾ ഞങ്ങൾ ഇത് പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട മറ്റ് പരാതികൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പോഴും സത്യത്തിൽ ഈ പരാതിക്കാരന് തുറന്നു പറയാൻ മടിയോ അല്ലെങ്കിൽ ഭയമോ ആണ്. 60 ലക്ഷം രൂപ വേണോ അല്ല ജീവൻ വേണോ എന്ന് ചോദിച്ചാൽ തൽക്കാലം ജീവൻ മതി എന്നുള്ള നിലപാടെടുക്കപ്പെടുകയാണ് ഇവിടെ. പക്ഷെ അങ്ങനെയൊന്നുണ്ടോ KM അഭിജിത്ത്? അങ്ങനെ നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയ കാര്യമാണോ ഇത്? അങ്ങനെ ഒരു പരാതിയുമായിട്ട് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ആരും വരാത്തത് ഇതുകൊണ്ടാണോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് PSC അംഗത്വം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത്രയും പണം മുടക്കാൻ തയ്യാറായതും അതിൽ ഇത്ര രൂപ 22 ലക്ഷം രൂപ ആദ്യം കൊടുത്തതും. അത് നടക്കാതെ വന്നപ്പോൾ പിന്നീടൊരു ജോലി മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു, അതിന്റെ ഡീലുകൾ നടന്നു. ഈ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. ഇതൊന്നും പാർട്ടിയോ സർക്കാരോ സ്ഥിരീകരിച്ചതല്ല. പക്ഷെ ഇവിടെ സംശയമുള്ളത് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന കാര്യങ്ങളൊന്നും നിഷേധിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിലൊരു ഒത്തുതീർപ്പ് നടന്നിട്ടുണ്ടാവും എന്ന കാര്യവും അനുമാനിക്കാവുന്നതാണ്. ഇതെല്ലാം അനുമാനം മാത്രമാണ്. അതല്ലാതെ അവിടെ ഇത്രയും ഈ മന്ത്രിയുടെ പേര് അതിലേക്ക് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പാർട്ടിയിലെ ഈ ഉൾപാർട്ടി പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിച്ചതായിരിക്കാം. അങ്ങനെയും വരാം കാര്യങ്ങൾ. നിങ്ങൾ അന്വേഷിച്ച് തന്നെയാണോ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്? ഇങ്ങനൊരു ഭീഷണി ഈ പണം കൊടുത്ത ആൾക്കെതിരെ ഉണ്ട് എന്നുള്ളത്. പണം കൊടുത്തു എന്ന് പരസ്യമായിട്ട് ആരും പറഞ്ഞിട്ടുമില്ല. മഞ്ജുഷ്, കൃത്യമായി നിങ്ങളൊന്ന് വെറുതെ കോഴിക്കോട്ടെ ചില പത്രസ്ഥാപനങ്ങളിലെ ആളുകളെ ബന്ധപ്പെടുക. ആ പത്രസ്ഥാപനങ്ങളിലെ റിപ്പോർട്ടർമാരടക്കമുള്ള ആളുകൾ ഈ പരാതി ഉന്നയിച്ചിരിക്കുന്ന കുടുംബത്തെ ബന്ധപ്പെട്ടല്ലോ. അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പുറത്തു പറയാൻ സാധിക്കില്ല. അപ്പൊ ആ രീതിയിൽ ഭയപ്പെടുകയാണെന്നേ. ഇത് വെറുതെയുള്ള ആരോപണമല്ലല്ലോ. ഇനി വേണ്ട, ഇതൊരു വെറും ഒരു പുകമറയാണ് എന്ന് അല്ലെങ്കിൽ ഒരു വെറും ആരോപണമാണ് എന്ന് നിങ്ങൾ വെറുതെ പ്രതീക്ഷിച്ചു നോക്ക്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മറ്റ് വകുപ്പുകൾക്കാണ് പ്രധാന ചുമതലയെങ്കിലും പക്ഷെ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെ അടക്കം അദ്ദേഹത്തിലേക്ക് പോലും ചോദ്യശരം ഉന്നയിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഈ സമയം വരെ ഇത് തെറ്റാണെന്നോ
കേരളത്തിലെ പ്രമുഖ പത്രദൃശ്യ മാധ്യമങ്ങൾ, അങ്ങയുടെ സ്ഥാപനമടക്കമുള്ള പത്രദൃശ്യ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത തെറ്റാണെന്നോ അത് തിരുത്തണമെന്നോ പറയാൻ CPM-ന്റെ ഏരിയ കമ്മിറ്റിയോ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ തയ്യാറായിട്ടില്ല. കാരണം അവർക്കറിയാം ഈ പരാതിയിൽ പുറത്തു വരുന്ന വാർത്തകളിൽ കഴമ്പുണ്ട് എന്നുള്ള വിശ്വാസം പാർട്ടിക്കുണ്ട്. ഇനി ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി എന്താണ്? ഈ പരാതിയൊക്കെ ശരിവെക്കുന്നതല്ലേ? മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ, നോക്കൂ ഇത് ദൃശ്യ മാധ്യമങ്ങൾ പറയുന്ന ആരോപണമാണ് എന്നല്ലല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. അതെ, ഇങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. ആരായി ചില ആളുകൾ എന്ന് പറയുന്നതാണ് ഏരിയ കമ്മിറ്റി അംഗം. ഇനി മഞ്ജുഷേ, ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് PSCയുടെ ഒരു PSC അംഗം എന്ന പദവിയെ വിൽപ്പനയ്ക്ക് വെക്കാൻ സാധിക്കുമോ? ഇല്ല. മറിച്ച് അത് വിൽപ്പനയ്ക്ക് വെക്കുന്നത് ആരാ? യുവജന പ്രസ്ഥാനത്തിന്റെ ജില്ലാ നേതൃസ്ഥാനത്തിരുന്ന സംസ്ഥാന CPM രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ആളുകളുമായി അഭേദ്യ ബന്ധമുള്ള CITU-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള പദവികളിൽ ഇരിക്കുന്ന കോഴിക്കോട്, നേരത്തെ സൂചിപ്പിച്ചു, കോഴിക്കോട് പോലെ ഒരു നഗരത്തെ അടക്കി വാഴുന്ന ചില കോക്കസുകൾ കോഴിക്കോട്ടെ CPM-ലൊക്കെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് അവർ അംഗീകരിച്ചു തരില്ലെങ്കിലും കോഴിക്കോട്ടെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇത്തരം ചില കോക്കസുകളാണ്. ആ കോക്കസിന് നേതൃത്വം കൊടുക്കുന്ന CPM നേതാക്കളുമായി അഭേദ്യ ബന്ധമുള്ള ആളാണ് കുറ്റം ആരോപിക്കപ്പെടുന്ന ആളുകൾ. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അയാൾക്ക് മാത്രമല്ല ഈ കച്ചവടത്തിന്റെ പങ്ക്. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കച്ചവടം നടത്താൻ സാധിക്കില്ല. ഇനി അയാളെ മാത്രം കണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ച പരാതിക്കാർ 60 ലക്ഷം രൂപ കൊടുക്കുകയുമില്ല. 60 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ 60 ലക്ഷം രൂപയ്ക്ക് ആ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, 22 ലക്ഷം രൂപ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഈ ഉന്നത അധികാരങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇത് വലിയൊരു കറപ്ഷനാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മഞ്ജുഷ്, അങ്ങയുടെ വാക്കുകളിൽ അങ്ങ് പറഞ്ഞല്ലോ, കേരളത്തിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിൽ, ആ സ്ഥാപനത്തെ വിശ്വസിച്ച് അവർക്കൊരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ആ PSCയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? 2019 മഞ്ജുഷ അന്ന് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യല്ലായിരുന്നോ? അന്ന് നമ്മളൊക്കെ പല ചർച്ചകളും നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ലേ? തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ അഖിൽ എന്ന് പറയുന്ന ഒരു SFI-കാരന്റെ ഇടനെഞ്ചിലേക്ക് മറ്റൊരു SFI ക്രിമിനൽ കത്തി കുത്തി ഇറക്കിയപ്പോ അതിനുശേഷം ഞാൻ അടങ്ങുന്ന KSU-കാരും യൂത്ത് കോൺഗ്രസുകാരും അടങ്ങുന്ന പൊതുസമൂഹം തെരുവിലേക്ക് ഇറങ്ങിയപ്പോ, അവിടെ സമരങ്ങൾ നടത്തിയപ്പോ പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഈ കത്തിക്കുത്തിന് നേതൃത്വം കൊടുത്ത SFI-യുടെ ക്രിമിനലുകളായ നേതാക്കൾ PSC പരീക്ഷയിൽ 1ഉം 2ഉം 23-ാം സ്ഥാനക്കാരുമായി വരുന്നു എന്നുള്ള ദയനീയ കാഴ്ച നമ്മൾ കണ്ടു. അത് നമ്മൾ അന്ന് സമരം നടത്തുമ്പോ PSCയുടെ സുതാര്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചപ്പോ, അല്ല മഞ്ജുഷ ഒരു മിനിറ്റ്, അന്ന് ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അങ്ങനെ ഒരു കാര്യമില്ല, PSCയെ അപകീർത്തിപ്പെടുത്താനാണ് KSU-കാർ സമരം നടത്തുന്നത്. അന്നത്തെ പാർട്ടി സെക്രട്ടറി വിജയരാഘവൻ പറഞ്ഞു KSU-വിന്റെ സമരത്തെ അധിക്ഷേപിച്ചു. ഒടുവിൽ PSC പരീക്ഷയിൽ തട്ടിപ്പ് നടന്നുവെന്ന് ഇവർക്ക് തന്നെ സ്ഥിരീകരിക്കേണ്ടി വന്നു. ആ കേസടക്കം നിങ്ങൾ നോക്കൂ, അന്ന് PSCയെ അട്ടിമറിച്ച ശിവരഞ്ജിത്തും നസീമും പ്രണവും അടങ്ങുന്ന ക്രിമിനൽ സംഘത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വീകരിച്ചതെങ്കിൽ, രണ്ടാം പിണറായി വിജയന്റെ നിലപാട് അത് തുടരുകയാണെങ്കിൽ ഇന്ന് PSC അംഗം എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെ ലേലം ചെയ്യുന്നു എന്ന ഗതികേടിലേക്ക് ഈ നാട്ടിലെ